ഈ 2 ഐറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ കാലിലുണ്ടാകുന്ന വിണ്ട് കീറൽ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കാലിലുണ്ടാകുന്ന ഈ വിണ്ട് കീറൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ പോലും വരില്ലേ. എത്ര ക്രീമൊക്കെ തേച്ചാലും വീണ്ടും ആ പഴയ ഒരവസ്ഥയിലിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ കാലിൽ വിണ്ട് കീറൽ പോകാത്ത രീതിയിൽ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പൂറ്റി വിണ്ട് കീറൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹോം റെമഡിയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഈ ഒരു 2 ഐറ്റം നമുക്ക് മതി. ഒന്ന് നാരങ്ങയും വാസലിന്. അപ്പോൾ നാരങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് 2 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വാസലിനാണ്. ഇതുപോലെ കുറച്ച് വാസലിൻ എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ആ നാരങ്ങയില്ലേ, ആ നാരങ്ങയുടെ കുറച്ച് നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു അരമുറി നാരങ്ങയുടെ നീര് മതി കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് കാല് തേക്കുന്നതിന് മുമ്പ് നമ്മൾ കാലയ്ക്ക് നീളം ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് കഴുകിയൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമായിട്ട് നമുക്ക് കാലിൽ നമ്മുടെ ഏത് ഭാഗത്താണോ വിണ്ട് കീറിയ ഒരു ഭാഗമല്ലേ, അവിടെ ഇത് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് തേച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ബെഡിലൊക്കെ പറ്റാനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു സോക്സൊക്കെ ഇടുന്നത് വളരെ നല്ലതായിരിക്കും. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അത് പിന്നെ നമുക്കത് നേരം വെളുക്കുമ്പോഴേക്കും ഈ സോക്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് കാല് വൃത്തിയായി കഴുകിയെടുക്കാം. അതുപോലെ തന്നെ ഈ 2 ഐറ്റം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപ്പൂറ്റിയിലുണ്ടാകുന്ന ഈ വിണ്ട് കീറൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ഡെയിലി തേക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റി വിണ്ട് കീറൽ നല്ല രീതിയിൽ മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.